കാലത്ത് നടന്ന ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. പണ്ട് വളരെ പണ്ട് ശ്രീരാമനും സീതയും കൂടി വനവാസത്തിന് പോയ കാലം. അന്ന് നമ്മുടെ ശ്രീരാമനും സീതയും കൂടി കാട്ടിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പം നല്ല നീരൊഴുക്ക് കണ്ടു. അപ്പോൾ നമ്മുടെ സീതാദേവിക്ക് അതിനകത്തൊന്ന് കുളിച്ചാൽ കൊള്ളാൻ തോന്നി. സീതാദേവി ആ നീരൊഴുക്കിലിറങ്ങി തൻ്റെ മുടിയൊക്കെ ഇങ്ങനെ വിരിച്ചിട്ട് കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എവിടുന്നോ കുറച്ച് മീൻ ചെതുമ്പൽ ഒഴുകി വന്ന് സീതാദേവിയുടെ മുടിയിൽ കുടുങ്ങി. സീതാദേവിക്ക് ആകപ്പാടെ ബുദ്ധിമുട്ടായി. ശ്രീരാമന് ദേഷ്യം വന്നു. ഇവർ രണ്ടുപേരും കൂടി എന്ത് ചെയ്തു? ആ അരുവിയുടെ സൈഡിൽ കൂടെ തന്നെ നടന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ എവിടെ നിന്നാണ് ആ മീൻ ചെതുമ്പൽ വന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോയി. അങ്ങനെ നടന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ രണ്ട് പേരിരുന്നു കൊണ്ട് മീൻ വെട്ടുവാണ്. അവർ മുക്കുവന്മാരായിരുന്നു. കുറവൻ, കുറത്തി എന്നു പേരായിരുന്നു അവരുടേത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി മീൻ വെട്ടി വർത്താനമൊക്കെ പറഞ്ഞ് വെള്ളത്തിലൂടെ ഇങ്ങനെ ചെതുമ്പൽ ഒഴുക്കി വിട്ടു. ആ ചെതുമ്പലാണ് നമ്മുടെ സീതാദേവിയുടെ മുടിയിൽ കുരുങ്ങിയത്. അവരവിടെ ചെന്ന് നിന്നതറിഞ്ഞില്ല. ഒന്നും അറിയാതെ വന്നപ്പോഴത്തേക്കും നമ്മുടെ ശ്രീരാമൻ്റെ ദേഷ്യം ഒന്നുകൂടി ഇരട്ടിയായി. അദ്ദേഹം ഇവരെ നിങ്ങൾ രണ്ടുപേരും ശിലയായി തീരട്ടെ, കല്ലായി തീരട്ടെ എന്ന് ശപിച്ചു. അങ്ങനെ അവർ കല്ലായി തീർന്നു. പെട്ടെന്ന് തന്നെ ഇവർ ശാപമോക്ഷത്തിനായിട്ട് സീതാദേവിയുടെയും രാമൻ്റെയും കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഇപ്പോൾ കരഞ്ഞ സമയത്ത് അവർ ശാപമോക്ഷം കൊടുത്തു. പിന്നീട് നിങ്ങൾ രണ്ടുപേരും കാലക്രമത്തിൽ മനുഷ്യനായി ബന്ധിപ്പിച്ച് മനുഷ്യഹൃദയങ്ങളിൽ ചിരഞ്ജീവികളായി എന്നും നിലനിൽക്കും എന്ന് പറയുന്നു. ഇത് ഞങ്ങളുടെ നാട്ടിലൊക്കെ പ്രചരിക്കുന്ന ഒരു കഥയാണ്. ഇനി നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും ഇങ്ങനെ കഥകളൊക്കെ ഈ ഡാമിനെ കുറിച്ചുള്ള ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുതേ. ഇനി നമ്മുടെ അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ഡാം എങ്ങനെ അവിടെ ഉണ്ടായി, ആരാണിതൊക്കെ നിർമ്മിക്കാൻ കാരണഭൂതനായ മനുഷ്യൻ എന്നതും അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രങ്ങളും ഒക്കെ നമുക്ക് വിശദമായി പരിശോധിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.